ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വെബ് പേജിൽ വ്യൂ പോർട്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വ്യൂ പോർട്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ ഒരു പാരഗ്രാഫ് ടാഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇമേജും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് പാരഗ്രാഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുകളിൽ നമ്മളൊരു പാരഗ്രാഫ് ടാഗ്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ടെക്സ്റ്റ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ താഴെ നമ്മൾ കുറച്ച് ഒരു ഇമേജ് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ താഴെ നമ്മൾ കുറച്ച് പാരഗ്രാഫും ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. റണ്ണ് ചെയ്യിപ്പിക്കാൻ സാധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഫോൾഡറിൽ പോയിട്ട് ഞാൻ വിത്തൗട്ട് വ്യൂ പോർട്ട് എന്ന ഫയൽ ഞാൻ റണ്ണ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടാലും നമുക്കിതിൻ്റെ വ്യത്യാസങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വി പോർട്ട് എന്താണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം നോക്കാൻ വേണ്ടി നമുക്കിതെന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവൈസിൽ ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഉദാഹരണം, നമുക്കൊരു മൊബൈലിലോ അല്ലെങ്കിൽ മറ്റു ചെറിയ സ്ക്രീനുള്ള ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസിലായിട്ട് നമുക്ക് റണ്ണ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്തരം ഡിവൈസുകളിൽ നമുക്ക് റണ്ണ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ തന്നെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ താഴെ ഇൻസ്പെക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ നമുക്കൊരു ടോഗിൾ ഡിവൈസ് ടൂൾ ബാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഓരോന്നിൻ്റെ ഡിവൈസിൻ്റെ വലിപ്പം നമുക്ക് കുറച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ സൈറ്റ് കാണുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ വ്യൂ പോർട്ട് എന്ന് കൊടുക്കാത്ത ഒരു വെബ്സൈറ്റാണ് ഞാനിവിടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇത് സൈസ് കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ വെബ്സൈറ്റ് പല രൂപത്തിലായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇമേജ് ഒരു വഴിക്കും അതേപോലെ ടെക്സ്റ്റ് ഹെഡിങ് ഒക്കെ മറ്റൊരു വഴിക്കുമായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ വ്യൂ പോർട്ട് കൊടുക്കാത്തൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രൂപത്തിലായിരിക്കും വരിക. ഇനി നമുക്ക് വ്യൂ പോർട്ട് ചേർത്ത് കൊടുത്തൊരു ഫയൽ റണ്ണ് ചെയ്യിപ്പിച്ചു നോക്കാം. അപ്പോൾ വ്യൂ പോർട്ട് ചേർത്ത് കൊടുത്താൽ അതിൽ ഈ രൂപത്തിൽ ഇവിടെ വന്ന് മീറ്റ നെയിം വ്യൂ പോർട്ട് കണ്ടന്റ് വിഡ്ത്ത് ഡിവൈസ് വിഡ്ത്ത് ഇനീഷ്യൽ സ്കെയില് 1.0 എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇമേജിന് നമ്മളൊരു CSS ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 100%. ഹൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റ് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹൈറ്റ് എന്നുള്ളത് ഓട്ടോ എന്നും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വ്യൂ പോർട്ട് ചേർത്ത് കൊടുത്തൊരു ഫയൽ റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, വ്യൂ പോർട്ട് ചേർത്ത് കൊടുത്ത ഫയൽ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും വരിക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇൻസ്പെക്റ്റിൽ പോയതിന് ശേഷം നമുക്കിതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വെബ്സൈറ്റിൻ്റെ സൈസ് കുറക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ സ്ക്രീൻ എത്രയാണോ അതിൽ നമുക്ക് വ്യക്തമായും ഈ വെബ്സൈറ്റിനെ കാണുന്ന രൂപത്തിൽ തന്നെ ഇത് കുറഞ്ഞു വരും. ഓക്കെ, ഈ ഇതിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെറുതാക്കണതിനനുസരിച്ച് അത് വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും വരിക. എന്നാൽ വ്യൂ പോർട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഫയലാണെങ്കിൽ നമ്മളിത് ചെറുതാക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ വെബ്സൈറ്റ് എങ്ങനെയാണോ ഒരു പേജിൽ കാണേണ്ട രൂപത്തിൽ തന്നെ നമുക്കത് കുറഞ്ഞു വരും. ഓക്കെ, ഇത്തരത്തിൽ നമ്മുടെ ഒരു വെബ്സൈറ്റിന് ഡിവൈസിന്റെ സൈസിനനുസരിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് വ്യൂ പോർട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് കമ്പ്യൂട്ടറിലും കയറും, ചിലൊരു ടാബിലായിരിക്കും കയറുക, ചിലൊരു വൈഡ് സ്ക്രീനിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ആ വെബ്സൈറ്റ് ഡിസ്പ്ലേ ആവുക, ചിലവർ മൊബൈലിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. പണ്ട് കാലത്ത് വെബ്സൈറ്റുകളൊക്കെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ മൊബൈലിന് ഒരു സൈറ്റും അതേപോലെ തന്നെ കമ്പ്യൂട്ടറും വേറൊരു സൈറ്റുമായിട്ടായിരുന്നു ഹോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ മൊബൈലിന് സൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്നിട്ടതിന് ശേഷം എക്സാമ്പിൾ ഫേസ്ബുക്ക് എന്നൊരു വെബ്സൈറ്റ് സെപ്പറേറ്റ് ഹോസ്റ്റ് ചെയ്യായിരുന്നു. അത് മൊബൈൽ ഡിവൈസുകളിൽ കയറുമ്പോൾ നേരെ ആ ഫേസ്ബുക്ക് എന്ന പേജിലേക്കും അതേപോലെ ഫേസ്ബുക്ക് എന്ന പേജിലേക്ക് കയറുമ്പോൾ നേരിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിലായിട്ടായിരുന്നു നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരുന്നത്. എന്നാൽ HTML5 വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സാണ് വ്യൂ പോർട്ട് എന്ന ഫംഗ്ഷന്. ഓക്കെ, ഇത് നമ്മളിവിടെ വന്ന് മീറ്റ നെയിം വ്യൂ പോർട്ട് എന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഏത് ഡിവൈസ് ആണോ അതിൻ്റെ സൈസിനനുസരിച്ച് സ്കെയിൽ ചെയ്യാൻ, അതായത് വലിപ്പം ചെറുതാക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിവൈസിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സ്കെയിൽ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വ്യൂ പോർട്ട് ഉപയോഗിക്കുന്നത്. കണ്ടന്റ് എന്നിട്ടതിന് ശേഷം ഡബിൾ കൊട്ടേഷനുകളിൽ വിഡ്ത്ത് ഡിവൈസ് വിഡ്ത്ത്, അതായത് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസിന് ഏത് വിഡ്ത്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇനീഷ്യൽ സ്കെയിൽ, അതായത് ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അത് എത്ര ശതമാനം സൂം ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനീഷ്യൽ സ്കെയിൽ നമ്മൾ 1.0 എന്ന് ചേർത്തുമ്പോൾ
പെർഫെക്റ്റ് എത്രയാണോ സൈസ് അതിനനുസരിച്ച് സൂം ചെയ്തിട്ടായിരിക്കും വരിക. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓരോ ഡിവൈസിനനുസരിച്ചും അത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വ്യൂ പോർട്ട് എന്ന ഫംഗ്ഷന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. കാരണം ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ മാത്രമല്ല ഒരു വെബ്സൈറ്റ് റീഡ് ചെയ്യുന്നത്, മൊബൈലിലും റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊബൈലിൻ്റെ സ്ക്രീനിനനുസരിച്ച് നമ്മളെ വെബ്സൈറ്റിൻ്റെ സൈസ് നമുക്ക് ചെറുതാക്കി റെഡ്യൂസ് ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ വ്യൂ പോർട്ട് എന്ന ഫംഗ്ഷന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ബേസ് എന്ന ടാഗിനെ കുറിച്ചാണ്. ബേസ് എന്ന ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിന്നും നമ്മൾ ഇതിലേക്കൊരു ഇമേജോ അല്ലെങ്കിൽ മറ്റു ഫയലുകളോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ പേജ് ഏത് ഭാഗത്താണോ ചേർത്ത് കൊടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ബേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ബേസ് എന്ന് ചേർത്തതിന് ശേഷം HRF എന്നിട്ട് ഞാൻ ഒരു ഇമേജ്, ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ നിന്നൊരു ഇമേജാണ് കോപ്പി ചെയ്തത്. ഈ ഇമേജിൻ്റെ കോഡാണ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തത്. കോപ്പി ഇമേജ് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്, ഇതിനുള്ളിൽ ചേർത്ത് കൊടുത്തത്. ഓക്കെ, നമ്മുടെ വെബ് പേജിൻ്റെ ഇമേജ് അഡ്രസ്സ് ഏതാണോ അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇമേജ് സോഴ്സ് എന്ന സ്ഥാനത്ത് ഞാൻ 6.jpg, അതായത് നമ്മുടെ ഇമേജിൻ്റെ പേര് എന്ന് പറയുന്നത് ഈ പേരിലാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ ആ ഇമേജിൻ്റെ പേരും ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു ലിങ്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. HRF സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTTP ഒരു വെബ്സൈറ്റിൻ്റെ പേരാണ് ചേർത്ത് കൊടുത്തത്. ഓക്കെ, ഇത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം, എന്നിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഞാനിതൊന്ന് റണ്ണ് ചെയ്യുമ്പോൾ ബേസ് എന്ന ഭാഗം ഞാൻ റണ്ണ് ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, നമ്മളവിടെ കൊടുത്ത ഇമേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ നമ്മളൊരു ലിങ്കും ഒരു ഹൈപ്പർ ലിങ്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു വെബ് പേജ് ആയിട്ടായിരിക്കും ഓപ്പൺ ചെയ്ത് വരിക. ഏത് വെബ് പേജാണോ ഓപ്പൺ ചെയ്യേണ്ടത് അതിൻ്റെ കോഡാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ഇത് പുതിയൊരു പേജായി ഓപ്പൺ ചെയ്ത് വരാൻ കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകം ചേർത്തിട്ടുണ്ട്. ടാർഗറ്റ് എന്ന് പറയുന്നത് ബ്ലാങ്ക് എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പുതിയൊരു ടാബിൽ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലാങ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേസ് എന്ന ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇമേജ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഏത് ലൊക്കേഷനിൽ നിന്നാണ് നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് ലഭിക്കുന്നു എന്നതിൻ്റെ ഒരു ബേസ് ടാഗ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേസ് ടാഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.